തലസ്ഥാനത്തേക്കാണ് പോകുന്നത്. നമുക്കറിയാം അവിടെ നീറ്റ് UGC ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരം ഇപ്പോൾ ആഴ്ചകളായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തനമായ സോനം വാങ്ചുക് നിരാഹാരത്തിലാണ്. അദ്ദേഹം നിരാഹാരം തുടങ്ങിയിട്ട് 20 ദിവസം പിന്നിടുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. അദ്ദേഹം പറയുന്നത് കോക്രോച്ച് ജനതാ പാർട്ടി ഈ ജൂലൈ 20 പാർലമെൻറ്റിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ജന്തർ മന്ദറിൽ നിന്നും. ഈ മാർച്ച് വരെ താൻ എന്തായാലും ജീവിച്ചിരിക്കുമെന്നാണ്. അദ്ദേഹത്തോട് നിരാഹാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, എന്നോട് നിരാഹാരം അവസാനിപ്പിക്കാനല്ല, കേന്ദ്ര സർക്കാരിനോട് നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഈ മാർച്ചിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും BJPയുടെ അടക്കം പിന്തുണ അദ്ദേഹം തേടുന്നുണ്ട്. നമുക്കറിയാം പ്രതിപക്ഷ പാർട്ടികളൊക്കെ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം അർപ്പിക്കുകയും ഇടതുപക്ഷ പാർട്ടികളടക്കം അവിടെ പോയിട്ട് അദ്ദേഹത്തിനെ കാണുകയും ചെയ്തിരുന്നു. ഇതിനോട് ഐക്യദാർഢ്യം പങ്കുവെക്കുകയും കൂടിയിട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ സോനം വാങ്ചുക്കിനൊപ്പം തന്നെ മറ്റുള്ള നിരവധി പേർ കൂടിയിട്ട് നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട്. അതേസമയം ഇതിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കൾ ഇതിൽ നിരാഹാരം അനുഷ്ഠിക്കാതെ വിട്ടു നിൽക്കുന്നത് മറ്റൊരു തരത്തിൽ ചർച്ച കൂടിയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിലേക്കാണ്. അജിംസ്, നിലവിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി സോഷ്യൽ മീഡിയയിലൂടെ രൂപീകരിക്കുകയും പിന്നീട് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ആദ്യത്തൊരു പരിപാടി കൂടിയിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ തുടക്കത്തിൽ ഈ നിരാഹാരം പ്രഖ്യാപിച്ചതിന് ശേഷം അഭിജിത്ത് ദീപികയ്ക്കെതിരെയുള്ള കുറേ വിമർശനങ്ങൾ വന്നിരുന്നു. അവരിൽ നിന്ന് ഈ സമരത്തിൻ്റെ ഒരു നേതൃത്വം സോനം വാങ്ചുക്കിലേക്ക് മാറിയപ്പോൾ മൊത്തത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി അപ്രത്യക്ഷമായോ? ഇതിൽ പൊതുവെ ആളുകൾ ധരിക്കുന്ന ഒരു കാര്യം, സോനം വാങ്ചുക്ക് അവിടെ വന്ന് നിരാഹാരം അനുഷ്ഠിക്കുന്നത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഉയർന്ന മുദ്രാവാക്യം ഉണ്ടല്ലോ, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, അതിനു വേണ്ടിയാണെന്ന് ആൾ ധരിക്കുന്നുണ്ട്. ശരിയല്ല. സോനം വാങ്ചുക്കിൻ്റെ ഫാസ്റ്റിംഗ് യഥാർത്ഥത്തിൽ ലഡാക്കിനുള്ള ഓട്ടോണമസ് പദവിക്ക് വേണ്ടിയാണ്. അദ്ദേഹം മുമ്പ് കഴിഞ്ഞ വർഷം 2025 അതിനുവേണ്ടി സെപ്റ്റംബറിൽ അദ്ദേഹം പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ നാഷണൽ സെക്യൂരിറ്റി ആക്ട്, ദേശീയ സുരക്ഷാ നിയമം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് 6 മാസമാണ് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞത്. NSA പ്രകാരം അറസ്റ്റ് ചെയ്ത 12 മാസം വരെ ജാമ്യമില്ലാതെ അകത്തിടാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കുകയും സുപ്രീം കോടതി അതിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് കേന്ദ്രത്തോട് ചോദിക്കുകയും ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തെ പുറത്തിറക്കി വിട്ടത്. അദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുപ്രീം കോടതി പറഞ്ഞത്, ഇപ്പോൾ റിലീസ് ചെയ്യേണ്ട, എന്തിനാ അറസ്റ്റ് ചെയ്തത് കേന്ദ്രത്തെ കൊണ്ട് പറയിപ്പിച്ച് റിലീസ് ചെയ്തായിരുന്നു സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നത്. സുപ്രീം കോടതി കേട്ടില്ല, അദ്ദേഹത്തെ റിലീസ് ചെയ്ത് വിടുകയാണ് ചെയ്തത്. അപ്പോൾ ആ അറസ്റ്റിൻ്റെ നിയമവിരുദ്ധതയെ ചോദ്യം ചെയ്യാനാണ് യഥാർത്ഥത്തിൽ സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ സുപ്രീം കോടതി ശ്രമിച്ചത്. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി. ഇപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ലഡാക്കിൻ്റെ ഓട്ടോണമസ് പദവിക്ക് വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. സുപ്രീം കോടതിയിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ് അതിനെ യൂണിയൻ ടെറിട്ടറി ആക്കി, ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീരും 2 യൂണിയൻ ടെറിട്ടറി ആക്കി കഴിഞ്ഞ് അത് സംബന്ധിച്ച കേസിൽ അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഭരണഘടന ബെഞ്ചിൽ വന്ന കേസിൽ പോലും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി പറഞ്ഞെന്താണ്, ഞങ്ങൾ അതിൻ്റെ സ്റ്റേറ്റ്ഹുഡ് പുനഃസ്ഥാപിക്കുമെന്നാണ്. ഇപ്പോൾ ഈ ലഡാക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ലഡാക്ക് എപ്പോഴും ഒരു ഒറ്റപ്പെട്ട റീജിയനാണ്. ലഡാക്ക് ജമ്മു കാശ്മീരിൻ്റെ ഭാഗമാണെങ്കിൽ, ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തിൻ്റെ ഭാഗമാണെങ്കിലും അത് ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന അതിൻ്റെ കൾച്ചറുമായിട്ട് വ്യത്യസ്തമാണ്. അതിൻ്റെ ജിയോഗ്രഫി തന്നെ വേറെയാണ്. അപ്പോൾ അവരെപ്പോഴും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവരെപ്പോഴും അവരുടെ ഒരു ഓട്ടോണമിക്ക് വേണ്ടി അവരെപ്പോഴും വാദിച്ചിരുന്നു. ഈ ജമ്മു കാശ്മീരിനെ 2ആക്കി മുറിച്ചപ്പോൾ, ജമ്മു കാശ്മീരും ലഡാക്കുമായിട്ട് 2ആക്കി മുറിച്ചപ്പോൾ അവരതിനെ സ്വാഗതം ചെയ്തവരാണ് ലഡാക്കിലുള്ള ആളുകൾ. ഈ സോനം വാങ്ചുക്കും അതിനെ സ്വാഗതം ചെയ്തിരുന്നു. അദ്ദേഹം അത് വിചാരിച്ചത് കുറേ കൂടി ഞങ്ങൾക്ക് ഓട്ടോണമി കിട്ടും അതുവഴി എന്നാണ്. പക്ഷേ എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ, കുറേ കൂടി റിഗറസ് ആയിട്ടുള്ള കേന്ദ്രഭരണം അവിടെ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീടാണ് ലഡാക്ക് പ്രദേശവാസികൾക്ക് അതിൻ്റെ അപകടം മനസ്സിലാവുന്നത്. അവരിപ്പോൾ ആവശ്യപ്പെടുന്നത് ഭരണഘടന ആർട്ടിക്കിൾ 6 പ്രകാരമുള്ള പ്രത്യേക പദവി ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടാണ് അവർ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. ആ പ്രൊട്ടസ്റ്റിനെയാണ് സോനം വാങ്ചുക്കിൻ്റെ അറസ്റ്റിലൂടെ അവിടെ അടിച്ചമർത്തിയത്. ഈ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ട ഒരൊറ്റ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഇദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയാണ്, ഒരു എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് മാഗ്സസെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, നമുക്കറിയാം. ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് 3 Idiots എന്ന സിനിമ ഉണ്ടാക്കിയെന്നും പറയപ്പെടുന്നു. അങ്ങനെ ഒരു വലിയ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ 2 ആവശ്യങ്ങളും ക്ലബ് ചെയ്തുകൊണ്ട് അദ്ദേഹം ജന്തർ മന്ദറിൽ നിൽക്കുന്നു. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ നീറ്റ് എക്സാം പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോക്രോച്ച് ജനതാ പാർട്ടി എന്തുകൊണ്ട് ഈ നിരാഹാരം ഇരിക്കുന്നില്ല എന്ന ക്വസ്റ്റ്യനുണ്ട്. ഈ നിരാഹാരം, സത്യഗ്രഹം പോലുള്ള സമരരീതികൾ ഗാന്ധിജി ആവിഷ്കരിച്ചതാണ്. അപ്പോൾ ഗാന്ധി തന്നെ അത് ആർക്കെതിരെയാണ്, ബ്രിട്ടീഷ് എംപയറിനെതിരെയാണ് ആ സമരമാർഗം ഉപയോഗിച്ചത്. അപ്പോൾ ഗാന്ധി തന്നെ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്, നിരാഹാരം അനുഷ്ഠിക്കേണ്ടത് ആ സമരരീതിയെ മാനിക്കുന്ന ആളുകളോടാണ്, അവരോടെ അത് ചെയ്യാവൂ. കാരണം ബ്രിട്ടീഷ് എംപയറിന് എന്തുണ്ട്, കുറഞ്ഞ പക്ഷം ബ്രിട്ടീഷ് എംപയറിന് എന്തുണ്ട്, ഈ പറയുന്ന ജനാധിപത്യ പൗരാവകാശ വിഷയങ്ങളിൽ നിയമപരമായും ധാർമ്മികമായും നിലപാടുകളുണ്ട്. തങ്ങളുടെ കോളനി രാഷ്ട്രങ്ങളിൽ ഒരാൾ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിനെങ്ങനെ നേരിടണമെന്ന് അവർക്കൊരു
അവർ ബ്രൂട്ടലായിട്ട് നേരിട്ടിട്ടുണ്ട്, അല്ലാതെയും ആവശ്യങ്ങൾ നിവേദനങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ജനാധിപത്യ ബോധമുള്ള ഒരു ഭരണാധികാരിയോടാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന സത്യഗ്രഹയാവട്ടെ അല്ലെങ്കിൽ നിരാഹാരം പോലുള്ള ഫാസ്റ്റ് അൺടിൽ ഡെത്ത് എന്ന് പറയുന്ന സമരരീതി ചെയ്യുന്നത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പട്ടിണി കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ലടേ എന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ മുമ്പിൽ നമ്മൾ നിരാഹാരം കിടന്നിട്ടൊരു കാര്യമില്ല. ഞാൻ ആ കാര്യത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി നിരാഹാരം കിടക്കാതില്ല, എനിക്ക് അവരോട് ഒരു എതിർപ്പുമില്ല. കാരണം സോനം വാങ്ങിച്ചു ഇപ്പോൾ 16 ദിവസം പട്ടിണി നടന്നു, അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാരിന് ഒരു ചുക്കുമില്ല. ഞങ്ങൾ പറഞ്ഞു അയാളുടെ സമരം കിടക്കാനെന്ന് ചോദിക്കും, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ കൊണ്ടുവന്ന് റീത്തും വെച്ചേക്കും. അതല്ലാതെ അവരുന്നയിക്കുന്ന ആവശ്യം എന്താണ്, എന്തിനു വേണ്ടിയാണ് അവർ പട്ടിണി കിടക്കുന്നതെന്ന് ജനാധിപത്യ ബോധത്തോടെ, സഹാനുഭൂതിയൊന്നും വേണ്ട, ആ ജനാധിപത്യ ബോധത്തോടെ ആ സമരത്തെ കാണുന്നവരല്ലേ ഈ സർക്കാർ. അവരുടെ മുമ്പിൽ സോനം വാങ്ങിച്ചുക്ക് 16 ദിവസം നല്ല 50 ദിവസം നിരാഹാരം കിടന്നാലും ഈ സർക്കാർ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. കുറേ കഴിയുമ്പോൾ അവരയാളെ അറസ്റ്റ് ചെയ്ത് അവിടെ നീക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു സമരരീതി തിരഞ്ഞെടുക്കുമ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്, ഈ സമരത്തെ ജനാധിപത്യ ബോധത്തോടെ നോക്കുന്ന ഒരു ഭരണകൂടമാണോ ഉള്ളത്, എന്നിട്ടേ ആ സമരത്തിൽ ഇറങ്ങാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് സോനം വാങ്ങിച്ചുക്ക് ആ നിരാഹാര സമരം കടന്നുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറേ കഴിയുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ് പ്രശ്നമെങ്കിൽ ആ പ്രശ്നം ഉദിക്കുന്നേയില്ല. കാരണം മോദിയുടെ ഭരണകാലത്ത് ഒരിക്കലും ഒരൊറ്റ കേന്ദ്രമന്ത്രി വേറെ ആളും രാജിവെച്ചിട്ടില്ല. രാജിവെച്ച കേന്ദ്രമന്ത്രിയാണ് MJ അക്ബറാണ്. അതും മറ്റേ മീ ടു അലിഗേഷൻ ഉയർന്നതിനെ തുടർന്നാണ്. അതല്ലാതെ ഉയർന്നിട്ടുള്ള ഒരു കാര്യത്തിലും എത്രയോ അലിഗേഷൻസ് മന്ത്രിമാർക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ സുരേഷ് പ്രഭു എന്ന് പറയുന്ന ഒരു മന്ത്രി ഞാൻ രാജിവെക്കാം എന്ന് പറഞ്ഞിട്ട് രാജ്യസന്നദ്ധ അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. അത് അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നെ ആ പേര് നമ്മൾ കേട്ടിട്ടില്ല. BJPയുടെ ഏതെങ്കിലും റാങ്ക് ആൻഡ് ഫയലിൽ ആ പേരെ കേട്ടിട്ടില്ല. അങ്ങനെ രാജ്യസന്നദ്ധ അറിയിക്കുന്നത് പോലും തെറ്റായിട്ടുള്ള ഒരു പാർട്ടിയിലും ഒരു സർക്കാരിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം സമരങ്ങളോടൊക്കെ ആ സമരം സർക്കാർ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അത് വെറുതെയാണ്, അത് നടക്കുന്ന കാര്യമല്ല. ഈ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ രാജി ആവശ്യപ്പെട്ടു എന്ന് മാത്രം. ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ കാര്യത്തിൽ അയാൾ കഴിവെട്ടവനാണെന്ന് ഇപ്പോൾ മോദിക്ക് തിരിച്ചറിഞ്ഞാൽ പോലും ചിലപ്പോൾ പിന്നീട് എപ്പോഴും റീഷഫ്ലിംഗ് മാറ്റിയേക്കാം. ഈ രാജി ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതൊന്നും മാത്രം അയാളെ മാറ്റാതിരിക്കും. ചിലപ്പോൾ അയാളുടെ വീഴ്ചയുണ്ടെങ്കിൽ പോലും, അയാൾ കഴിവെട്ടവനാണെങ്കിൽ പോലും ചിലപ്പോൾ മോദി അയാളെ മാറ്റാതിരിക്കും. അമ്മാതിരി ഈഗോ ഉള്ളൊരു ഭരണകൂടമാണിത്. അവരുടെ മുമ്പിൽ ഒരു തരത്തിലുള്ള ഈ ഹങ്കർ സ്ട്രൈക്ക് അതുപോലെ സത്യഗ്രഹം പോലെ സമരങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. സമരം എങ്ങനെയാണെന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അതിനെ ജനാധിപത്യപരമായി കാണുന്ന ഒരു ഭരണകൂടത്തിന് മുമ്പിലെ സമരങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. ഇന്ന് ആമിർ ഖാൻ അത് തിരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതമല്ല, സോനം വാങ്ചുക്കിൻ്റെ ജീവിതമല്ല 3DS ആസ്പദമായത്, അല്ലാതെ തന്നെ അദ്ദേഹം അംഗീകരിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് തിരുത്തിയിട്ടുണ്ടായിരുന്നു. നിഷാദ്, ഇതിൽ വേറൊന്ന്, ഇപ്പോൾ പതിവ് ഇല്ലാത്ത രീതിയിൽ ഇവർ സമരമായിട്ട് വരുമ്പോൾ ജന്തർ മന്ദറിൽ അതിന് അനുമതി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യം ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ മത്സര പരീക്ഷകളിൽ വരുന്ന ക്രമക്കേടുകൾ മുൻനിർത്തിയിട്ട് കോൺഗ്രസ് രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ദുർബലമാക്കാൻ വേണ്ടിയിട്ട് മറുവശത്ത് കോക്രോച്ച് ജനതാ പാർട്ടീനെ കേന്ദ്രം സഹായിക്കുന്നൊരു ഗൂഢാലോചന തിയറി ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതിലെത്രത്തോളം വാസ്തവമുണ്ട്? അല്ല, സത്യത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന സംവിധാനം എന്താണ് എന്ന കാര്യത്തിൽ നല്ല ആശയക്കുഴപ്പം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടേക്ക് പോകാത്തത് എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ആ നിലയ്ക്കുള്ള ന്യായം കാണും. കാരണം ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്താണ്, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? പെട്ടെന്നൊരു പാർട്ടി എന്നുള്ള പേര് വിട്ട് രംഗത്തിറങ്ങി വന്ന് സമരം ചെയ്യുന്നു. പ്രത്യേകിച്ച് ആഴമൊന്നുമില്ലാത്ത, ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ ഏറ്റവും, രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഏറ്റവും വലിയ പ്രശ്നം വർഗീയത പോലെയുള്ള സംഗതികളാണ്, കമ്മ്യൂണൽ ഡിവൈഡാണ്. അത്തരം വിഷയങ്ങളിലൊന്നും തൊടാത്ത, ഹെയ്റ്റിനെതിരെ രാഹുൽ ഗാന്ധി ഒരു ദേശവ്യാപക യാത്ര നടത്തിയപ്പോൾ അതിനെ പരിഹസിച്ച ഒരാൾ കൊണ്ടുവന്നിരിക്കുന്ന പരിപാടിയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. അത് സംസാരിക്കുന്നത് നീറ്റ് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഇന്ത്യൻ നഗര ഉപരിവർഗത്തെ, മധ്യവർഗത്തെ മാത്രം സ്വാധീനിക്കുന്ന, അവരെ മാത്രം ടച്ച് ചെയ്യുന്ന ഒരു വിഷയമാണ് എന്ന കാര്യം ആലോചിക്കണം. അപ്പോൾ ആ വിഷയത്തിന്മേൽ മാത്രം നടത്തുന്ന ഒരു സമരം നാളെ എങ്ങോട്ടേക്ക് പോകാം? നമുക്ക് നേരത്തെയും അറിയാം, ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞ് 2014 ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി അവസാനം ആം ആദ്മി പാർട്ടി എന്നൊരു രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരം പ്രാപിക്കുന്നത് കണ്ടു. ആ പാർട്ടി ഒടുക്കം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോട് ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് കോൺഗ്രസ് പോലും അതിനെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ സ്വതന്ത്ര നിരീക്ഷകരും അനലിസ്റ്റുകളുമൊക്കെ കോക്രോച്ച് ജനതാ പാർട്ടിയെ സമീപിക്കുന്നത് പലതരത്തിലാണ്. അപ്പോൾ ആ പാർട്ടി എന്താണെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഇന്ത്യ നേരിടുന്ന മറ്റ് പ്രശ്നങ്ങൾക്കകത്ത് ആ പാർട്ടി സംസാരിക്കുമോ എന്നും നമുക്കറിയത്തില്ല. സോ അതുകൊണ്ട് അതിനകത്തൊരു ആശയക്കുഴപ്പം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ നടത്തുന്ന സമരത്തോട് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം എന്തായിരിക്കും ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ഒരു 12 വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ സമരങ്ങളോട് സ്വീകരിച്ച സമീപനം എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിൽ ഈ സ്വീകരിക്കുന്ന സമരമാർഗം കേന്ദ്ര സർക്കാരിനെ ഏതെങ്കിലും നിലയ്ക്ക് പിടിച്ചുലയ്ക്കുമെന്ന് ചോദിച്ചാൽ, ഈ സർക്കാരിനെ പിടിച്ചുലയ്ക്കാൻ കഴിയുന്ന വേറെയും മാർഗ്ഗങ്ങളില്ല. നിങ്ങൾ ഏത് നിലയ്ക്കുള്ള സമരം എടുത്താലും, നിങ്ങൾ അഗ്രസീവ് സമരം എടുത്താൽ NSA ചുമത്തി നിങ്ങളെ അകത്തിടും, UAPA ചുമത്തി അകത്തിടും. നിങ്ങൾ ഈ നിലയ്ക്കുള്ള സമരം എടുത്താൽ സർക്കാർ മൈൻഡ് ചെയ്തിരിക്കും.
ഞാൻ കാണുന്ന ഒരു കാര്യം, സർക്കാരിനെ എവിടേക്ക് കൊണ്ടുവരിക എന്നതിനപ്പുറം ഒരു സമരമാർഗം എന്ന് പറയുന്നത് ആ സമരത്തിന് എന്താണ് വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക. ആ മാർഗം പ്രധാനമാണ്. ഇവിടെ പലയിടത്തും ചില സംഘടനകളൊക്കെ നടത്തുന്ന സമരം കണ്ടില്ലേ, റബ്ബറിന് വില കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റബ്ബർ ശരീരത്തിന് ചുറ്റും കെട്ടിയിട്ട് ഉരുളുക പോലെയുള്ള സമരങ്ങൾ. സമരമാർഗം അല്ലെങ്കിൽ ഈ പറഞ്ഞ പന്തം കൊളുത്തി പ്രകടനം, വ്യത്യസ്തങ്ങളായ സമരമുറകൾ ആ സമരത്തിൻ്റെ റീച്ച് കൂട്ടും, അതിൻ്റെ വിസിബിലിറ്റി കൂട്ടും. അപ്പോൾ ഈ നിരാഹാര സമരം എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കൂ, കോക്രോച്ച് ജനതാ പാർട്ടി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടു തുടങ്ങിയ സമരം ആദ്യം ഒരു ഹൈ ഉണ്ടാക്കിയെങ്കിലും പിന്നെ അത് പെട്ടെന്ന് താഴേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം വന്ന് നിരാഹാര സമരത്തിൽ പ്രവേശിക്കുകയും അത് കുറേ ദൂരം മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ദേശവ്യാപകമായ ശ്രദ്ധ അതിന് കിട്ടിയിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികളും സാമൂഹിക സംഘടനകളും അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളും എല്ലാം വരികയും അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഡൽഹി ഹൈക്കോടതിയിൽ പോവുകയും ഡൽഹി ഹൈക്കോടതി സർക്കാരിൻ്റെ അഭിപ്രായം തേടുകയും എല്ലാം ചെയ്ത് വിവിധ തരത്തിൽ അത് വികസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിരാഹാരം ഒരു നിലയ്ക്കും നരേന്ദ്രമോദിയോ അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തെ അസ്വസ്ഥപ്പെടുത്തില്ല, അല്ലെങ്കിൽ സമാധാനപരമായ ജനാധിപത്യപരമായ സമരമാർഗ്ഗങ്ങളോട് നാം എൻഗേജ് ചെയ്യേണ്ടതുണ്ട് എന്ന് അവർക്ക് ഒരിക്കലും തോന്നുന്നില്ല. സത്യത്തിൽ ചെയ്യേണ്ടതാണല്ലോ. ബി ജെ പിക്കാർ ചോദിക്കുന്നത് സമരം ചെയ്യാൻ ജന്തർ മന്ദറിൽ അവസരം കൊടുത്തല്ലോ, അനുമതി കൊടുത്തല്ലോ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ സമരം ചെയ്യട്ടെ. അങ്ങനെയല്ലോ. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരാൾ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ സെക്രട്ടേറിയറ്റിനകത്തിരിക്കുന്ന ആൾ വിളിച്ചിട്ട് നിങ്ങൾ ദിവസങ്ങളായി സമരം ചെയ്യുന്നു, എന്താണ് നിങ്ങളുടെ പ്രശ്നം, പരിഹരിക്കണം. അതിനല്ല തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത്. അല്ലാതെ തമാശയ്ക്കാണോ? അതോ എന്തൊരു കേവലമായ പ്രകടനമാണോ? അല്ല. ഭരണകൂടം വരിക, സമരം നിങ്ങൾ എന്തിനു ചെയ്യുന്നു, ആ സമരത്തിൻ്റെ പരിഹാരത്തിന് നമുക്ക് എവിടെ എത്താൻ പറ്റും, ഞങ്ങൾക്കൊരു പോയിൻ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു പോയിൻ്റ് ഉണ്ട്, അതിനിടയിലുള്ള മീറ്റിംഗ് പോയിന്റ് എന്താണ് കണ്ടെത്തി അവസാനിപ്പിക്കല്ലേ. അങ്ങനെ അവസാനിപ്പിച്ച ഒരു സമരമുണ്ട്, കർഷക സമരം. ആ സമരം 1.5 വർഷത്തോളം, 1 വർഷത്തിലധികം സമയം അവർ കൊണ്ടുപോയി. ആ സമരത്തിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. കാരണം അതൊരു വലിയ ജീവിത മേഖലയുടെ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. അതിനോട് പിടിച്ചിരിക്കാൻ സർക്കാരിന് പറ്റിയില്ല. സർക്കാർ എന്ത് ചെയ്തു? ആ സമരത്തിൽ കോംപ്രമൈസ് എടുത്തിട്ടുണ്ട്. അവിടെ സമരം എന്ന് പറയുന്നതിൻ്റെ രീതി എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ അത് ഗവൺമെൻറ് അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് മാത്രമല്ല, പൊതുജനങ്ങളെ ആ സമരത്തിൻ്റെ കോസിനോട് വിളക്കി ചേർക്കാൻ, കണക്ട് ചെയ്യാൻ, ഇമോഷണലി കണക്ട് ചെയ്യാൻ തക്കവണ്ണമുള്ള സമരമാർഗ്ഗങ്ങൾ അവലംബിക്കുന്നതിൽ തെറ്റില്ല. മറ്റേ പോയിന്റ് ശരിയാണ്, നിരാഹാരം സർക്കാർ പരിഗണിക്കില്ല. പക്ഷേ ഇപ്പോൾ ആ സമരത്തോടെ ആളുകൾ കണക്റ്റഡ് ആവുന്നത് ഈ മനുഷ്യൻ മരിച്ചു പോകുമോ, ഇയാൾ ഇത്രയും കമ്മിറ്റഡായി കിടക്കത്തില്ല. നമ്മൾ അടുത്ത ദിവസം പാർലമെൻറ്റ് മാർച്ചാണ്. ആ പാർലമെൻറ്റ് മാർച്ചിൽ ഞാൻ ഇല്ലെങ്കിലും നിങ്ങളത് നടത്തണമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവരോട് പറഞ്ഞു. മരിച്ചു പോയാൽ ഞാൻ ആത്മാവായിട്ടെങ്കിലും അതിൽ പങ്കെടുക്കും വന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞു. സോ ആ സംഗതി ആ സമരത്തെ ആ നിലയ്ക്ക് വിപുലമാക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവൺമെൻറ് അതിൽ എനിക്ക് തോന്നുന്നില്ല പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ സമരത്തിന് ആധാരമായ സംഗതി ഗവൺമെൻറ് കാണുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യയിലെ നഗര മധ്യവർഗത്തെ ബാധിച്ച ഒരു പ്രശ്നമാണ്. 20ലധികം കുട്ടികൾ ആത്മഹത്യ ചെയ്ത, ഒരുപാട് ആളുകൾ, 20 മില്യണിലധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു പേജുള്ള, അത്രയും ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ്. അല്ലെങ്കിലും മധ്യവർഗത്തിന് വേദനിക്കുക ഇത്തരം സംഗതികളിലാണ്. ഇന്ത്യയിൽ അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള കലാപങ്ങൾ, ആക്രമണങ്ങൾ, വിവേചനങ്ങൾ, കൊലപാതകങ്ങൾ ഒക്കെ ഇന്ത്യയിലുണ്ട്. വർഗീയത, അതിൽ പൊതുവേ മധ്യവർഗത്തിന് അങ്ങനെ വേദനിക്കലില്ല. മധ്യവർഗം വേദനിക്കുന്നത് വേറെ ചില കാര്യങ്ങളിലാണ്. ഇപ്പോൾ അവർക്ക് വേദനിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നീറ്റ് പരീക്ഷ, ഒന്ന് E20. പെട്രോളിനകത്ത് എഥനോൾ ചേർത്തതും ഈ നീറ്റ് പരീക്ഷ നിരന്തരമായി പ്രശ്നത്തിൽ പെടുന്നു, അവർക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ്റും സ്മെല്ല് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അടുത്ത റീഷഫലിൽ മോദി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുമെന്നാണ്. മാറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. BJP വൃത്തങ്ങൾ തന്നെയും അങ്ങനെ തന്നെ പറയുന്നു. സോ അങ്ങനെ മാറ്റുമ്പോൾ ഈ ഈഗോ പ്രശ്നം, നേരത്തെ പറഞ്ഞാൽ കടുത്ത ഈഗോ ഉള്ള ഗവൺമെൻറ്റാണ്. നിങ്ങളൊരു സമരം ചെയ്തിട്ട് ഞങ്ങൾ മാറ്റി എന്ന് വന്നാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അത് അവരുടെ അഭിമാനക്ഷതമാണ്. അപ്പോൾ ആ സമരം ദുർബലപ്പെട്ട് പോവുക, അതിൻ്റെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്തിരിക്കുക, ഫൈനലി മാറ്റി മറ്റേ റിയൽ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. ജനങ്ങൾക്കുള്ള ട്രസ്റ്റ് ഇഷ്യൂ കിടപ്പുണ്ട്. അതിനെ ഇങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് മോദി വിചാരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. എത്ര നിരാകരിക്കാൻ ശ്രമിച്ചാലും ഈ സോനം വാങ്ചുക്കും അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരത്തിൻ്റെ കാരണം നിശബ്ദമായി ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അതൊരു വിശ്വാസ പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ മോദി അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിസ്റ്റുകൾ ഉപദേശിക്കുന്നുണ്ടാവുന്നതിനെയാണ് എനിക്ക് തോന്നുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കാര്യത്തിൽ അതെന്താണെന്നത് വ്യക്തത വരാത്ത ഒന്നാണ്. രാഹുൽ ഗാന്ധി അവിടെ രാഹുൽ ഗാന്ധി വേറെ തന്നെ പരിപാടി നടത്തുന്നല്ലോ. രാഹുൽ ഗാന്ധി അവിടെ പോയാൽ മോദിക്ക് എളുപ്പമായി അവമാറ സമരമാണെന്ന് പറയാലോ, പെട്ടെന്ന് അതിന് കളറടിക്കാൻ പറ്റും. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അതും നോക്കുന്നുണ്ടാവും. നമ്മളവിടെ പോയാൽ ഇത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ സമരമാണ്, കോൺഗ്രസ് സ്റ്റേജ് ചെയ്യുന്നതാണ് എന്ന് ആക്ഷേപിക്കാൻ പറ്റും. കർഷക സമരത്തിൽ പോലും ലിമിറ്റഡായി ഇടപെടാൻ കോൺഗ്രസ് തീരുമാനിച്ചത് അത് ആ സമരമായി തന്നെ നിൽക്കുന്നതാണ് ഗുണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടുകൂടിയായിരിക്കും കോൺഗ്രസ് ഇടപെടാത്തത്. കോൺഗ്രസ് മറ്റ് സ്ഥലങ്ങളിൽ സമരം നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കോൺഗ്രസിന് ഏറ്റെടുക്കാവുന്ന വിഷയം കൂടിയാണെന്ന ഒരു ദൃഷ്ടാന്തമാണ് ഈ സമരത്തിൽ കിട്ടുന്ന ഇപ്പോഴത്തെ പിന്തുണ. യെസ്, എന്തായാലും ഈ കോക്രോച്ചിൽ നടത്തുന്ന സമരത്തോട് മോദി സർക്കാർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അനുകൂല സമീപനം എടുക്കുമോ എന്നാണ് അറിയാനുള്ള. അവരുടെ പാർലമെൻറ്റ് മാർച്ച് 20-ാം തീയതിയാണ്. അതും എന്താകുമെന്ന് കണ്ടറിയാം.